വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശസ്ത്രക്രിയയ്ക്ക് കുടുങ്ങിയ പുന്നപ്ര സ്വദേശി ഉഷയെ വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് ഉഷ. 5 വർഷം മുൻപ് നടത്തിയ ശസ്ത്രക്രിയയിൽ വയറ്റിൽ കുടുങ്ങിയ കത്രിക കഴിഞ്ഞ ദിവസം നടത്തിയ എക്സ്റേ പരിശോധനയിലാണ് കണ്ടെത്തിയത്. വിവരങ്ങളുമായി വിനയാരാജ് ചേരുന്നുണ്ട്. വിനയ, ഇപ്പോൾ സംസ്ഥാനത്ത് വലിയ രീതിയിൽ ചികിത്സാ പിഴവുകൾ ഇപ്പോൾ ഒരു തുടർക്കഥയാവുകയാണ്. അതുപോലെ തന്നെയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ്റിൽ കത്രിക കുടുങ്ങിയ പുന്നപ്ര സ്വദേശിയെയാണ് ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി അമൃത ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെ തുടരെ പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ മെഡിക്കൽ കോളേജുകൾക്കെതിരെ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പിഴവുകൾ സംഭവിക്കുന്നതായുള്ള വാർത്തകളടക്കം പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി പുന്നപ്ര സ്വദേശി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. 5 വർഷം മുൻപ് 2021 മെയ് 5-നാണ് ഈ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടായിരുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും ഗർഭപാത്രത്തിലെ മുഴ നീക്കുന്നതിനായി ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടായിരുന്നത് പുന്നപ്ര സ്വദേശിയായിട്ടുള്ള ഉഷ ജോസഫ് 2021-ലാണ് ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കഠിനമായിട്ടുള്ള വയറുവേദന അടക്കം തന്നെ അനുഭവപ്പെടുന്നു. പല തവണയായി ആശുപത്രിയിൽ പോയി ചികിത്സ തേടുന്നു. പക്ഷെ ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് വയറ്റിൽ മൂത്രത്തിൽ കല്ലായതുകൊണ്ടാണ് ഈ ഒരു വേദന അനുഭവപ്പെടുന്നതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അങ്ങനെ തിരിച്ചയക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് കഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നു. അതിനുശേഷമാണ് പിന്നീട് എക്സ്റേ അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. ഈ എക്സ്റേ എടുത്ത സമയത്താണ് വയറ്റിനുള്ളിൽ കത്രിക കുടുങ്ങിക്കിടക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ 5 വർഷത്തോളമായി 2021 ശസ്ത്രക്രിയ നടന്നതിനു ശേഷം നിലവിൽ ഇപ്പോഴും ഈ 5 വർഷമായ വയറ്റിൽ തന്നെ കത്രിക കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.